അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉണ്ടെങ്കിൽ മുഖത്തിന്റെ ഷേപ്പ് പെർമനന്റ്ലി മാറിപ്പോകുന്നു എത്ര പേർക്ക് അറിയാം. സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ പല്ലിൽ കമ്പി ഇട്ടാലോ ഒന്നും നല്ലൊരു റിസൾട്ട് കിട്ടില്ല. ഈ അഡിനോയിഡ് ഫേസ് ഉള്ളവരെ നമുക്ക് കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അവരുടെ വായ എപ്പോഴും തുറന്നായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ ഈ മേൽചുണ്ടുണ്ടല്ലോ അതിന് മുകളിലോട്ട് കയറിയിരിക്കും. താടിയെല്ലുകൾ പൊങ്ങി വരുന്നതായിട്ട് തോന്നാം. അതിനോടൊപ്പം പല്ലു അല്പം പൊങ്ങിയിരിക്കുന്നതായിട്ട് തോന്നാം. ഇവരുടെ അപ്പർ പാലറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നോക്കിയാൽ അതിങ്ങനെ നാരോ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ തന്നെ പല്ലുകളുടെ അലൈൻമെന്റും തെറ്റിയിരിക്കുകയായിരിക്കും. ഇതിന്റെ റൂട്ട് കോസ് കറക്റ്റ് ചെയ്താലാണ് ഇത് ശരിയാവുള്ളൂ. ഇങ്ങനെയുള്ളവർക്ക് അലർജിക് ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അവരുടെ ആ അലർജിക് ടെൻഡൻസിക്കുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. അതുപോലെ അഡിനോയിഡ്സ് ഷ്രിങ്ക് ചെയ്ത് എയർവേ ബെറ്റർ ആക്കാനുള്ള എന്ത് ട്രീറ്റ്മെന്റ് ആണോ വേണ്ടത് അതെല്ലാം ചെയ്യേണ്ടി വരും. ഇത് ചെയ്യുമ്പോൾ തന്നെ അവരുടെ എയർവേ ക്ലിയർ ആവുകയും നോർമൽ ബ്രീത്തിങ് വരികയും ചെയ്യുമ്പോൾ ഗ്രോത്ത് ഓക്കെ ആവും. മൗത്ത് ബ്രീത്തിങ് ഒരു ഹാബിറ്റായി മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള കറക്റ്റ് ചെയ്യാനുള്ള ഇഷ്ടം പോലെ സിമ്പിൾ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. കുട്ടിയുടെ വളർച്ചയുടെ കാലത്ത് ശ്രദ്ധിച്ചാൽ അവരുടെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പെർമനന്റ് ഡിഫോമിറ്റിയിൽ നിന്നും അവരെ രക്ഷിക്കാൻ സാധിക്കും.